ഫി അഹ്ലി മദിയൻ, അഹ്ലി മദിയൻ, മദിയൻ നിവാസികളിൽ. മദിയൻ, മദിയൻ എവിടെ? എന്താ ഈ മദിയൻ? അഹ്ലി മദിയൻ എന്ന് പറയുമ്പോൾ മദിയൻ എന്താ? മദിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലപ്പേരാണ്, സ്ഥലപ്പേരാണ്. അതെവിടെയുള്ളത്? അത് പിന്നെ ഇപ്പം ഇന്ന് നമ്മൾ സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് മദിയൻ വരിക. ഐക്കത്തിൻ്റെ അല്ല, ഐക്ക എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ ഐക്ക, ഷുഐബ് നബി നിയോഗിക്കപ്പെട്ട നാട്. ഈ അസ്ഹാബുൽ ഐക്കൊക്കെ മദിയനിൽ പെട്ടതാണ്. മദിയൻ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. മദിയൻ വളരെ വളരെ ആഴത്തിൽ അഗാധമായി നമുക്ക് ചരിത്രങ്ങൾ വേറുള്ള സ്ഥലമാണ് മദിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മദിയൻ നിവാസികൾ പണ്ടേ അറബികളാണ്. അതേപോലെ തന്നെ അറബികൾക്ക് പൊതുവെ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നില്ല, എഴുത്ത്. പക്ഷേ മദിയൻ വാസികൾ അവർ അറബി എഴുത്ത് അറിയുന്ന ഭാഷ പടുക്കളായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. നമ്മൾ ഈ അറബി ഭാഷയുടെ ചരിത്രം പഠിക്കുമ്പോൾ, ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ മദിയൻ നിവാസികളാണ്. ഹീറ, മദിയൻ, അംബാർ തുടങ്ങിയ നാടുകൾ, അവിടുത്തെ ആളുകൾക്ക് പണ്ട് എന്താണ് അറബി ഭാഷ നന്നായിട്ട് ഭാഷ ഉണ്ടായിരുന്നു. നമ്മൾ ഈ മദിയൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു രാജാവ് ആയിരുന്നു അന്ന് മഹബ് ഇബ്നു ജന്തൽ. ഈ മഹബ് ബിൻ ജന്തലിന് 6 മക്കളുണ്ടായിരുന്നു എന്നാണ്. അതിൽ ഒരാളെ പേര് അബ്ജദ്, രണ്ടാമത്തെ ആൾ ഹൂവസ്, മൂന്നാമത്തെ ആൾ ഹുത്തി, നാലാമത്തെ ആൾ ഖലമൻ, അഞ്ചാമത്തെ ആൾ പേര് സഫസ്, പിന്നെ ഖറശത്ത്. ഇത് എവിടെയെങ്കിലും കേട്ടിക്കണ ഈ പേരുകൾ ഇങ്ങനെ? അബ്ജദ്, ഹൂവസ്, ഹുത്തി, ഖലമൻ, സഫസ്, ഖറശത്ത്. ഇത് ഇത് ഉണ്ടല്ലോ, നമ്മൾ അറബി അക്ഷരമാല ഉണ്ടല്ലോ, അറബി അക്ഷരമാല ഹുറൂഫുൽ ഹിജ. ഈ ഹുറൂഫുൽ ഹിജായിനെ അതിൻ്റെ ക്രമങ്ങളുണ്ടല്ലോ, നമുക്കെങ്ങനെയാണ് ക്രമം അറിയാം? എങ്ങനെ? എത്ര അറബി അക്ഷരങ്ങൾ എത്രണ്ണ? 28 അക്ഷരം. ഈ 28 അക്ഷരങ്ങളെ ക്രമീകരിച്ചത് എങ്ങനെയാണ്? ചിലർ ക്രമീകരിച്ചത് ഹുറൂഫുൽ മുഅ്ജം എന്ന് പറയും. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ, സായ്, സീൻ, ഷീൻ, ഇങ്ങനെയാണ്. ചിലർ ക്രമീകരിച്ചത് അങ്ങനെയല്ല, അബ്ജദീയ ക്രമത്തിലാണ്. അതാണ് അബ്ജദീയ എന്ന് പറയുന്നത്. ഈ ക്രമത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പല നമ്മൾ 1, 2, 3, 4 എഴുതുന്നതിന് പകരം ഉണ്ടല്ലോ, അക്ഷരങ്ങൾ കൊണ്ട് എഴുതുമ്പോൾ നമ്മളൊക്കെ എഴുതുക അങ്ങനെയാണ്. ഒന്നാമത്തെ പോയിന്റ് അ, പിന്നെ ബ, ജീം, ദാൽ, ഹ, വ, സായ്, ഇങ്ങനെ എഴുതുക. അല്ലാതെ അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ അങ്ങനെ എഴുതൂല. അബ്ജദീയ ക്രമം എന്നതിന് പറയാം. അപ്പം അങ്ങനെ ഒരു ക്രമമുണ്ട്. പിന്നെ ചിലർ അറബി അക്ഷരങ്ങൾ എണ്ണിയത് മഖ്റജ് നോക്കിയിട്ടാണ്. ഓരോ അക്ഷരങ്ങളുടെ മഖ്റജ് അതിനനുസരിച്ചാണ് ഇത് അറബി അക്ഷരങ്ങൾ 28 എണ്ണത്തിന് എണ്ണിയത്. വേറെയും ഈ എണ്ണത്തിന് ഒരു ക്രമമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ മഹബ് ഇബ്നു ജന്തലിൻ്റെ 6 മക്കളുണ്ടല്ലോ, ഇവർ പണ്ടേ എന്താണ്, ഇവർ അറബി എഴുതുന്നവരും അറബി വായിക്കുന്നവരുമാണ് പണ്ടേ ഇവരുടെ ചരിത്രം. ഇനി ഞാൻ ഈ മദിയനെ കുറിച്ച് പറയുമ്പോൾ ഇവരെത്ര പണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, മദിയൻ ആരെയെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് നോക്കിയേ, ഈ അബ്ജദീയ ക്രമം ഉണ്ടല്ലോ, അത് ഇവരുടെ പേരിനെ, ഈ 6 മക്കളുടെയും പേരുണ്ടല്ലോ, ആ പേരിൻ്റെ അക്ഷരങ്ങളാണ്. ഇതിൽ ചില അക്ഷരങ്ങളില്ല. ഏതാ ഇല്ലാത്തത്? ഇതാണ് സഹൽ, ഇതിലില്ല. പിന്നെ ഇല്ലാത്തത് ഏതാ? വഗബ്, ഇതുമില്ല. ഇതില്ല.
കാരണം എന്താ, ഇയാൾക്ക് മക്കൾ വേറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ല, ഇവർ അറബി എഴുതുന്നവരും അറബി വായിക്കുന്നവരുമായിരുന്നു അന്ന്. അവർക്ക് എത്ര അക്ഷരങ്ങളേ ഉള്ളൂ? ഈ 22 അക്ഷരേ ഉള്ളൂ. 22 അക്ഷരേ ഉള്ളൂ. ഇവരാണ് ഹിജാസുകാരെ അക്ഷരങ്ങൾ പഠിപ്പിച്ചത്. ഹിജാസുകാരെ മനസ്സിലെ, ഈ മഹദ് ബിൻ ജന്തലിൻ്റെ മൂത്ത മകനാണ് അബ്ജദ്. ഈ അബ്ജദാണ് പണ്ട് മക്ക ഭരിച്ചിരുന്നത്. മക്ക ഹുവസും ഹുത്തി, ഇവരാണ് തായിഫും നജദും ഭരിച്ചിരുന്നത്. തായിഫും നജദും ഭരിച്ചിരുന്നത് പണ്ടത്തെ ചരിത്രമാണ്. തായിഫും നജദും ഭരിച്ചിരുന്നത് ഇവർ രണ്ടുപേരാണ്. മനസ്സിലായില്ലേ? ഷുഐബ് നബിയുടെ ജനത എന്ത് ചെയ്തു? യൗമുദ്ദുല്ലയിൽ നശിപ്പിക്കപ്പെട്ടു. യൗമുദ്ദുല്ല എന്ന് പറഞ്ഞെങ്കിൽ ഷുഐബിൻ്റെ ജനത എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്? ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത കാർമുകിലിൽ നിന്നൊരു ഘോര ശബ്ദം വരികയും അങ്ങനെയാണ് അവർ നശിപ്പിക്കുന്നത്. അതാണ് യൗമുൽ ദുല്ലയുടെ ശിക്ഷ. അതിൽ ഈ കലമൻ, അതേപോലെ തന്നെ സാഫസ്, ഖർഷത്ത് ഇവർ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇവർ വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് ഇവരുടെ ചരിത്രം. ഇവിടെ അബ്ജദ് ഉണ്ടല്ലോ, അബ്ജദ് എവിടെയായിരുന്നു? മക്കയിലായിരുന്നു. മക്കയിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മക്കാർക്ക് എഴുത്ത് വായനയൊക്കെ പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിൽക്കാലത്ത് നമ്മൾ മക്കാരുടെ ചരിത്രം വായിക്കുമ്പോൾ മക്കയിൽ എഴുത്തറിയുന്നവരും വായന അറിയുന്നവരും ഉണ്ടായിരുന്നു. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്ത് വായന അറിയുമായിരുന്നില്ല. അത് അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലും അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഒരു സ്ഥാനവുമാണ്. അത് വേറെ വിഷയം. പക്ഷേ അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ മക്കയിൽ നിന്ന് ബന്ദികളെ പിടിച്ചപ്പോൾ ആ ബന്ദികളെ മദീനക്കാർക്ക് 10 പേർക്ക് പിന്നെ എഴുത്ത് പഠിപ്പിക്കാൻ വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യവസ്ഥയിൽ മോചനം നൽകുന്ന വിഷയമൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ അബ്ജദ് ഉണ്ടല്ലോ മദിയൻകാരനാണ്. നല്ല എഴുത്തും വായനയൊക്കെ വശമുള്ള ആളായിരുന്നു. അയാൾ മക്കാരിൽ എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് പിന്നെ ആ മക്കാരൊക്കെ എത്ര കാലം ഇവിടെ നീണ്ടുന്നു അതൊക്കെ ചരിത്രത്തിന് വിഷയമാണ്. കാരണം അത് വളരെ അതിപുരാതനമായിട്ടുള്ള ചരിത്രമാണ്. ഹിജാസുകാർ ഇവരിൽ നിന്ന് എന്ത് ചെയ്തു? മദിയൻകാരിൽ നിന്ന് ഹിജാസുകാർ എന്ത് ചെയ്തു? പഠിച്ചു. ഹിജാസ് എന്ന് പറഞ്ഞെങ്കിൽ മക്ക, മദീന, തായിഫ് ഈ ഭാഗങ്ങളാണ്. പിന്നെ നജിദുകാർ പഠിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഹിജാസുകാർ എന്ത് ചെയ്തു? അവർ ഈ സഹൽ, ബഹത്ത് ഈ 6 അക്ഷരങ്ങളെ അറബിയിലേക്ക് ചേർത്തു. അതാണ് അങ്ങനെയാണ് 28 അക്ഷരങ്ങൾ അറബി ഭാഷയിൽ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദിയൻ പണ്ടേ എന്താണ്? പണ്ടേ ചരിത്രത്തിൽ വേരുള്ള ഒരു നാടാണ്. ആളുകളും അങ്ങനെ തന്നെയാണ്. അത് മനസ്സിലാക്കാനാണ് ഞാനിത്